എന്തായാലും ഞാൻ ഈ വായിക്കുന്നത് ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രമാണ്. പൂർണ്ണമായിട്ടും എൻ്റെ അഭിപ്രായങ്ങളോട് ചിലതൊന്നും യോജിക്കുന്നില്ല, എന്നാൽ ചില കാര്യങ്ങൾ ഇതിൽ യോജിക്കുന്നുമുണ്ട്. അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് വായിക്കാം. ഓരോ ബിഷപ്പുമാരും ഓരോ ചെറിയ അമ്പാരിമാരാണ്. എങ്ങനെയാണെന്നറിയാമോ? ഓരോ ബിഷപ്പിന് കീഴിലും വരുന്ന സഭയുടെ സ്വത്തുക്കൾ എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് കോടി വരും. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും മുക്കുമൂലകളും രാജ്യത്തെ ടൂറിസ്റ്റ് മേഖലകളുടെ കണ്ണായ സ്ഥലങ്ങളും ഇവരുടെ സഭയുടേതാണ്. മൂന്നാർ, വാഗമൺ, കുട്ടിക്കാനം, ഊട്ടി, കൊടൈക്കനാൽ, നീലഗിരി, ഏർക്കാട്, അങ്ങനെ നൂറുകണക്കിന് സ്ഥലങ്ങൾ. തിരുവനന്തപുരം സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് പാളയം മാത്രം മതി, എത്ര ചർച്ചകളുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള സ്വത്തിന്റെ എത്രയോ ഇരട്ടി ക്രിസ്തീയ സഭകളുടെ കയ്യിലുണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി മരിക്കാൻ തയ്യാറായപ്പോൾ കുരിശുസംഖികൾ ബ്രിട്ടീഷുകാരെ